മുൻപേ കടന്നുപോയ മികച്ച നടന്മാരുണ്ടായിരുന്നു. അവരുടെ നിന്ന് ലാലേട്ടൻ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓർ ഫ്രം ദ മിസ്റ്റേക്സ് ദാറ്റ് ദേ ഹവ് ഡൺ ഇൻ ദ പാസ്റ്റ്, ലൈക്ക് ഐ ഷുഡ് നോട്ട് റിപ്പീറ്റ് ദിസ്. അങ്ങനത്തെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അവരുടെ പേഴ്സണൽ ലൈഫിലുള്ളതാണോ അതോ ആക്ടിങ് ലൈഫിലുള്ളതാണോ? നിങ്ങൾ ആക്ടിങ് ലൈഫിൽ അങ്ങനെ മിസ്റ്റേക്സ് കനോട്ട് ബി റെക്ടിഫൈഡ്. അവർ ചെയ്തൊരു മിസ്റ്റേക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും ഞാൻ ചിന്തിക്കില്ല. കാരണം ദറ്റ് ഈസ് ദെയർ. അവർ പിന്നെ ഇത് എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഒരാളുടെ ജീവിതം കണ്ടിട്ട് അയാൾക്ക് ഫെയിലിയർ ആയിപ്പോയി അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് യുവർ ലൈഫ് അല്ലേ. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിനെ കൊണ്ടുവന്നത്, അല്ലാതെ വേറൊരാളുടെ ജീവിതത്തിൻ്റെ എക്സാമ്പിൾ കണ്ടിട്ടല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ ഒരു സിനിമ മോശമായിട്ട് അതിലെ ആക്ടറിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇറ്റ്സ് എ ബിഗ് കോൺഗ്രസ് സിനിമ എന്ന് പറയുന്നത്. ഒരുപാട് പേരുടെ അസോസിയേഷനിലൂടെയാണ് ഒരു സിനിമ നന്നാകുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും വേറെ ചില സ്ഥലങ്ങളിൽ ഒരു സിനിമ അതിൻ്റെ ഡയറക്ടറുടെ പേരിലായിരിക്കും അറിയുന്നത്, മറ്റ് പല സ്ഥലങ്ങളിൽ ഒരു സിനിമ ചിലപ്പോൾ ഒരു ആക്ടറുടെ പേരിലായിരിക്കും അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിനിമ മോശമായി കഴിഞ്ഞാൽ ആക്ടർക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരും, മെയിൻ ആക്ടർ. പക്ഷെ അത് ശരിയല്ല. എല്ലാവരും കൂടെ ചേരുമ്പോഴാണ്. എത്ര നല്ലൊരു സിനിമയായാലും അത് നന്നായിട്ട് ഷൂട്ട് ചെയ്തില്ല, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആക്ടർ കനാട്ടു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനെയാണ് അസസ് ചെയ്യേണ്ടത് അല്ലേ. നമ്മൾ ഒരു സിനിമ കണ്ടിട്ട് ഈ സിനിമ ഞാൻ വളരെ ശരിയായില്ല, ആ സീൻ ഞാൻ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാമായിരുന്നു എന്ന് വേറൊരു സിനിമയിൽ ചിന്തിച്ചിട്ട് കാര്യമില്ല. ആ സിനിമ എന്ന് പറയുന്നത് കഴിഞ്ഞു. അത് വേറൊരു ദിവസം പോലെയാണ്. യു കനോട്ട് ഗോ ബാക്ക് ആൻഡ് കറക്റ്റ് ദാറ്റ് ഡേ. അപ്പോൾ അതുകൊണ്ട് വേറെ മുൻകാല ആൾക്കാർ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരെല്ലാവരും വലിയ ആൾക്കാരായിരുന്നു അല്ലേ. അവർ എന്തായാലും മനഃപൂർവ്വമായിട്ടൊരു തെറ്റില്ല. ഒരുപാട് ഒരു ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ബൈ മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നതാണ്. അത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ രീതി കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് സംഭവിക്കേണ്ട കാര്യങ്ങൾ കൊണ്ടാണ്. ഇതൊന്നും ഒരു കാര്യം മനഃപൂർവ്വമായിട്ട് സംഭവിക്കുന്നതല്ല. അപ്പം അത്തരത്തിൽ നിന്ന് റെക്ടിഫൈ ചെയ്ത് ഞാൻ തെറ്റുകൾ കറക്റ്റ് ചെയ്ത് ഞാനൊരു സിനിമയിൽ അഭിനയിക്കാം എന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. എല്ലാവരും പറയും തെറ്റ് തിരുത്തണം. ലൈക്ക് ഞങ്ങളൊരു കാര്യം തെറ്റ് ചെയ്യുകയാണെങ്കിൽ യു ഷുഡ് റെക്ടിഫൈ ഇറ്റ് ആൻഡ് നോട്ട് റിപ്പീറ്റ് ഇറ്റ് അല്ലേ. അപ്പോൾ ലാലേട്ടൻ എങ്ങനെ തോന്നുന്നുണ്ടോ? ഒന്നാമത് പല ആൾക്കാരും ഒരാളെ അഡ്വൈസ് ചെയ്യുന്നത് ആ അഡ്വൈസ് ചെയ്യാൻ യാതൊരു അവകാശമില്ലാത്ത ആൾക്കാരാണ് അല്ലേ. അവരതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമുക്ക് എപ്പോഴാണ് തെറ്റ്? നമുക്കൊരു സൊസൈറ്റിക്ക് ഒരു പ്രോബ്ലം ആകുക അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയുള്ളവർക്കൊരു പ്രോബ്ലമായിട്ട് മാറുമ്പോഴാണ് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാക്കുക, ഭാര്യയത്തല്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഒരു പ്രോബ്ലം ആകുന്ന സമയത്താണ് അതൊരു തെറ്റായിട്ട് മാറുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത്തരത്തിൽ ഇതുവരെ ഞാനൊരു പ്രോബ്ലമായിട്ട് മാറിയിട്ടില്ല ആർക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്നെ റെക്ടിഫൈ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറില്ല. കാര്യം ഒന്ന് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നൊരു പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് തന്നെ കുഴപ്പമുണ്ടാകുക അല്ലേ. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ പെട്ടെന്നൊരു ആൽക്കഹോളിസം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡോപ്പിംഗ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ പ്രൊഫഷനിൽ ഞാൻ ഒരു തരത്തിലും കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഡിസിപ്ലിൻ പാലിക്കാതിരിക്കുക, ഷൂട്ടിങ്ങിന് വരാതിരിക്കുക, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ വരിക. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഒരു തെറ്റായിട്ട് മാറുകയും നമ്മൾ ആലോചന പറയാനില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ പിന്നെ ആ ആസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണലിനെ ഒരുപാട് പേരെ ബാധിക്കുന്ന ആസ്പെക്റ്റാണ്. അല്ല ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വേറൊരാൾ അറിയുന്ന കാര്യമില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരാളെ പോയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ എനിക്കും അധികാരമില്ല. അപ്പോൾ നമ്മളെല്ലാവരും എൻറ്റിറ്റി വൈസ് നമ്മൾ തനിച്ച് ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ സിസ്റ്റമിന് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മുടെ സൊസൈറ്റിക്ക് അങ്ങനെ ഒരു സൊസൈറ്റി എന്നൊരു ധാരണ ഉള്ളതുകൊണ്ട് പറയാണ് അവർക്കൊരു കുഴപ്പമുണ്ടാകുന്ന കാര്യങ്ങൾ, ഒരുപാട് പേർക്ക് മനസ്താപം ഉണ്ടാകുന്ന കാര്യങ്ങൾ, അങ്ങനെ വരുമ്പോഴാണ് അത് തെറ്റായി മാറും. അത്തരത്തിൽ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും എനിക്കില്ലെന്നാണ് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത്. നാളെ എന്താവുമെന്ന് എനിക്കറിയില്ല. ലാലേട്ടൻ എന്തായാലും ശത്രുക്കളൊന്നും അങ്ങനെയല്ല. യു ഡോണ്ട് ഹാവ് എനി എനിമീസ് ബിക്കോസ് അങ്ങനെയാണ് ലാലേട്ടൻ ഇതുവരെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. യു ബീൻ വെരി സോബർ, വളരെ ലോ പ്രൊഫൈൽ. ഇത്രയും കാര്യങ്ങൾ നേടിയിട്ടും യു ഹവ് കെപ്റ്റ് യുവർ ലോ പ്രൊഫൈൽ. ആൻഡ് റീസെൻ്റ്ലി ഞാനിപ്പോൾ ലാലേട്ടൻ്റെ ബ്ലോഗ് നോക്കുകയാണെങ്കിൽ കുറേ സൊസൈറ്റിനോട് ഇങ്ങനെ കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ റീസെൻറ്റ് ടൈംസിൽ. ഇപ്പോൾ ഈ പണ്ട് കാലങ്ങളിൽ ഇതൊന്നും അധികം ഉണ്ടായിരുന്നില്ല. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അന്ന് ഇപ്പോൾ
ഞാൻ ആദ്യമായി സിനിമ വരുന്ന സമയത്തൊക്കെ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ റേഡിയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരുപാട് ടെലിവിഷൻ വന്നു, നെറ്റ് വന്നു, ഇൻ്റർനെറ്റ്, ഒരുപാട് ന്യൂസ് ചാനലുകൾ വന്നു, ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആവാൻ തുടങ്ങി. അപ്പോഴും നമ്മുടെ മനസ്സിൽ നമുക്ക് പറയാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ. നമുക്ക് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ പറയേണ്ട അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വേറെ ആൾക്കാർ എഴുതി സൊസൈറ്റിക്ക് എഴുതുകയും അത് നമ്മൾ അഭിനയിച്ച് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ബ്ലോഗ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനമാണ് അല്ലേ. എനിക്ക് പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ ഈ പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന അല്ലെങ്കിൽ വേറൊരാൾ അനുഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് ആൾക്കാരോട് പറയണം. എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇത് വായിച്ചാൽ മതി. ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട് എനിക്ക്. നാളെ ബ്ലോഗ് എഴുതിയിട്ട് എല്ലാവർക്കും ഒരു പ്രശ്നമാകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല വായിക്കണം. അതെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വായിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം വന്നപ്പോൾ വളരെ കാലം മുമ്പ് തന്നെ എന്നോട് പലരും എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം നമുക്കൊരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ റോഡ് നന്നായ ഫോർ എക്സാമ്പിൾ പറയണം. ഇതെത്ര ഞാൻ ഈ തിരുവനന്തപുരത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ ജനിച്ച കാലം മുതൽ കേൾക്കുന്ന കാര്യമാണ്. റോഡുകൾ എല്ലാ പ്രാവശ്യവും റോഡുകൾ നന്നാകുന്നത്. അപ്പോൾ ഇത് ആരോട് പറയാനാണ്? അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ എല്ലാ ദിവസവും ഒരു കത്ത് ദൈവത്തിനോട് എഴുതാം. അപ്പം എനിക്ക് വേറെ ആരോടും പറയാനല്ലോ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആൻഡ് ഹീ ഡോണ്ട് ലിസൺ ഓൾസോ, ഹീ ഡോണ്ട് റിപ്ലൈ ഓൾസോ. അപ്പോൾ അങ്ങനെ എഴുതാൻ തുടങ്ങിയതാണ്. അങ്ങനെ എഴുതാൻ തുടങ്ങിയത് മാറി മാറി നമുക്കൊരു സബ്ജക്റ്റിലേക്ക് അല്ലേ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, ഒരു റെയിൻ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് അല്ലെങ്കിൽ പിന്നെ ഒരാളെ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് നമ്മൾ എല്ലാ മാസവും ഒരു ബ്ലോഗ് എഴുതാം എന്ന് മനസ്സിൽ വിചാരിക്കുകയും അതിലൂടെ ഞാൻ എഴുതുകയും ചെയ്യുന്നുണ്ട്. അപ്പം ആ എഴുതുന്നതിലൂടെ ഒരുപാട് പേര് വായിക്കുകയും, കാര്യം എപ്പോഴും ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് അന്നൊരു ദിവസം വായിച്ചിട്ട് മറന്നുപോയിട്ട് പിറ്റേ ദിവസം വായിക്കുന്നത്. അപ്പോൾ ബ്ലോഗുകളെന്ന് പറയുന്നത് ഒരുപാട് ഡിസ്കഷനായിട്ട് മാറുകയും അതിനോട് താല്പര്യമുള്ളവർ അതിനെ കൂടുതൽ പിന്നെ എന്താണ് ന്യൂസ് വാല്യൂ കൊടുത്ത് ഒരുപാട് പേരിലേക്ക് സ്പ്രെഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ഒരു റൈറ്റാണ്. ഞാൻ ഏതാണ്ട് 35 വർഷമായിട്ട് കേരളത്തിൻ്റെ എല്ലാ ഫേസുകളിലൂടെയും ആർട്ട് ഫോമിൽ കൂടെ കടന്നു പോയ ഒരാളാണ് അല്ലേ. അപ്പോഴും ഞാൻ അന്ന് അഭിനയിക്കുമ്പോഴും ഞാൻ ആക്ടറായിരുന്നു. എൻ്റെ സിനിമകൾ ആൾ കാണുമായിരുന്നു. അതിൻ്റെ ഒരു സോഷ്യോ എക്കോണമിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആസ്പെക്റ്റിലൂടെ ഒക്കെ ഞങ്ങളുടെ സിനിമ എന്ന് പറയുന്നതിനും പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ആ സിനിമ കാരണം ഒരുപാട് റെവലേഷനൊന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഭയങ്കര സിസ്റ്റമൊന്നും മാറിയിട്ടില്ലെങ്കിലും ഒരുപാട് അന്നത്തെ കാര്യങ്ങളെ നമ്മൾ ഇതിൽ അതിൻ്റെ ഒരു സറ്റയറായിട്ടോ അല്ലെങ്കിൽ പല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് സിനിമ വഴി. അപ്പോൾ അതിലെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ എൻ്റെ റൈറ്റും കൂടെയാണ് ഇത്തരം കാര്യങ്ങൾ എഴുതുക. എൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഉള്ളൊരു റൈറ്റായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിലാണ് അതിനെ വിമർശിക്കുന്നത്. ഇപ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി, എൻ്റെ റിയാക്ഷൻ എനിക്ക് ബ്ലോഗിൽ കൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ ആ ബ്ലോഗിൽ കൂടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനൊരു സംഭവം നടന്നാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും. അതുപോലെ നിങ്ങൾക്കും ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും അല്ല, അത് വേറൊരാളുടെ കാര്യമാണ്, അത് ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം എന്ന് പറഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ സിസ്റ്റമിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു പക്ഷേ വിദേശത്ത് പല രാജ്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാകാം, പക്ഷെ അവിടെയും അങ്ങനെ ഉണ്ടാവില്ല. അടുത്തൊരു ആൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യും ചിലപ്പോഴും. എന്നാലും ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളമൊന്നും അങ്ങനെ അല്ലായിരുന്നു. ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഗ്യാതറിങ്, അത് അങ്ങനെയാണല്ലോ കല്യാണം, മരണം അല്ലെങ്കിൽ ബർത്ത്ഡേ എന്നൊക്കെ പറയുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്ക് മാത്രം വരികയും ഇത്തരം മോശമായ കാര്യങ്ങൾ സിസ്റ്റമിനും അല്ലെങ്കിൽ സൊസൈറ്റിക്കും മോശമായ കാര്യത്തിൽ പങ്കുവെക്കാൻ ആൾക്കാരുണ്ട് അല്ല. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റെസ്പോണ്ട് ചെയ്യും. ഞാൻ പറയും, ഇങ്ങനെ ഒരാൾ ഈ ഒരു കുട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം നടക്കുന്ന അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ അതിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 50% വരെ നമുക്കത് സിസ്റ്റമിനെ ക്ലിയർ ചെയ്യാൻ പറ്റും.